ലീലാവതി കുടുംബശ്രീ തുടങ്ങിയോ? തുടങ്ങിയോ? എല്ലാവരും വന്നല്ലോ അല്ലേ? ഞാനിന്നിപ്പോൾ ഇല്ലയെന്ന് പറയട്ടെ, മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങേര്. അപ്പം ഞാനത് വെട്ടി വൃത്തിയാക്കായിരുന്നു. മരുമോളോ? എന്താ കഥ? ഒന്നും ചെയ്യില്ല. അതിപ്പോൾ ഏത് നേരം വയ്യ വയ്യ പറഞ്ഞിട്ട് ആ ഒരു കിടപ്പ് തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്കാണെങ്കിൽ ഏത് നേരം വയ്യാതൊന്നും നമുക്കല്ലേ. ഇതിപ്പോൾ 10-60 വയസ്സായവർ പറയുന്ന പോലെയാണ് വയ്യ വയ്യ കിടക്ക. അവരാണെങ്കിൽ താളത്തിന് തുള്ളുകയും ചെയ്യുമല്ലോ. എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? ചാടിക്കയറും ചെക്കനെ. അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ അമ്മയൊന്നും വേണ്ട, ഭാര്യൻ്റെ വശത്തായില്ലേ, സരത്തുമ്പോൾ പിടിച്ച് നോക്കല്ലേ. ഒന്നും ചെയ്യില്ല, ഒരു ഉപകാരം. ഞാൻ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, അല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, നമ്മുടെ തെക്കേന്ന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര മുടിയുണ്ട് പെണ്ണിൻ്റെ, ഇത്ര മുടി. അതുപോലെ തന്നെ എന്താണ്, നല്ല വെള്ളാന്നുള്ള കളർ തുടുത്ത പെൺകുട്ടി, ഒത്ത പെൺകുട്ടി. നന്നായി പഠിച്ചിട്ടുണ്ട്, നന്നായി വീട്ടു ജോലി ചെയ്യും. ഇപ്പം കല്യാണം കഴിച്ചോടെ സുഖമായി ഇരിക്കുന്നുണ്ട്. അത് നല്ലത് നോക്കാൻ ഞാൻ ഇങ്ങേരോട് 1000 തവണ ഞാൻ പറഞ്ഞതാ. അപ്പം പറയാം മകൻ്റെ ഇഷ്ടം പോലെ നടത്തട്ടെ, മകൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന്. അപ്പം അവൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവനല്ല കണ്ടുവച്ചത് ശരിക്കും. അവള് വല വീഴ്ത്തിയത് എൻ്റെ മോൻ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം വന്ന് കയറി ഇപ്പോൾ ഭരണം മുഴുവൻ അവളുടെ കയ്യിലാണ്. ചേട്ടാ ബിരിയാണി വേണം, ചേട്ടാ നൂഡിൽസ് വേണം, അങ്ങനെ പറയുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുമല്ലോ. നമ്മളും കിടന്നതാണ് ഈ വയ്യാതൊക്കെ, നമുക്കൊന്നും തരാൻ ആരും ഇല്ലായിരുന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം, ഓരോരുത്തരുടെ വിധി. ഈ മാസത്തെ എഴുതണ്ട ലോണിന് പൈസ. തരില്ലല്ലോ, നമ്മുടെ കയ്യിലൊന്നും ജോലി കഴിഞ്ഞ് വന്നാൽ പൈസ തരില്ലല്ലോ. ആദ്യമൊക്കെ എൻ്റെ മകൻ കല്യാണം കഴിയുന്നതിന് മുമ്പേ എൻ്റെ കയ്യിലായിരുന്നു പൈസ, തട്ടിപ്പോൾ അതൊന്നും തരില്ല. അങ്ങനെ പറയാലോ. അപ്പം എന്തായാലും എഴുതി വെക്കും, ഞാൻ അടുത്ത മാസം ഇതും കൂടെ ചേർത്ത് തരാം. ശരി എന്നാൽ ആഴ്ചക്ക് വീട്ടിൽ പോവാ. അവിടെ പോയി പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ. നമ്മൾ സ്വന്തം മോളെ പോലെ തന്നെയല്ലേ കാണുന്നത്. ശരി എന്നാൽ ഞാൻ നടക്കട്ടെ, എന്തായാലും ചേർത്ത് വെക്കട്ടെ. ശരി.